നമസ്തേ, ഞാൻ ഗീതാ ശിവൻ. 2025 ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള മേടക്കൂറിൽപ്പെട്ട ഭരണി നക്ഷത്രക്കാരുടെ വർഷഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വർഷം പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങളാണ് സ്ഥാനം മാറുന്നത്. 1 ശനി, 2 വ്യാഴം, 3 രാഹു, 4 കേതു. 2025 ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണ്. വർഷാരംഭം വളരെ നല്ല ഫലങ്ങളാണ് ഇവരെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഭരണി നക്ഷത്രക്കാരുടെ ദശാനാഥനായ ശുക്രൻ അത്യുച്ചനായി മീനൻ രാശിയിൽ വരുന്ന കാലം കൂടിയാണ്. വിചാരിക്കാത്ത കാര്യങ്ങൾ കൂടി സാധിച്ചെടുക്കാനുള്ള ഒരു യോഗം ഈ കാലങ്ങളിൽ ഇവർക്കുണ്ട്. ചൊവ്വ വക്രത്തിൽ വരുന്നത് വളരെ ആനുകൂല്യമായ സ്ഥിതിക്ക് കാരണമാകുന്നുണ്ട്. സാമ്പത്തിക ഉന്നതിയും സാംസ്കാരിക ഉന്നതിയും നേടാനും വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകാനും വർഷാരംഭം നക്ഷത്രം വിവാഹം നടത്തി കൊടുക്കുവാനും നല്ല ജോലി ലഭിക്കുന്നതിനും കലാപരമായ ഉയർച്ചയും ധനപരമായ ഉയർച്ചയും ഉണ്ടാകുന്നതിനും സാധ്യമാകുന്നതാണ്. മാർച്ച് മാസം 29 മുതൽ മേടക്കൂറിൽപ്പെട്ട എല്ലാവർക്കും തന്നെ 7 ശനിയുടെ കാലം കൂടിയാണ്. ശനി കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്ന സമയം കൂടിയാണ്. ശനി മന്ദതയുള്ളത് കാരണം ദോഷഫലങ്ങൾ പതുക്കെ ഇവർക്ക് അനുഭവയോഗ്യമാകുകയുള്ളൂ. എന്നാൽ മെയ് മാസം 14 കൂടി വ്യാഴഗ്രഹം സ്ഥാനം മാറുന്നു. ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് മാറ്റം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഭരണി നക്ഷത്രക്കാരുടെ ദൈവാധീനം പറയുന്നതാണ്. ഇതുമൂലം ദോഷഫലത്തിൻ്റെ ആധിക്യം കൂടുന്നുണ്ട്. രാഹുകേതുക്കൾ രാഹു മെയ് 18 കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്നതും ഭരണി നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു അനുഗ്രഹമാണ്. അത് 11ാം ഭാവത്തിലാണ് രാഹുവിൻ്റെ സഞ്ചാരം. മുടങ്ങിക്കിടക്കുന്നവരെ കിട്ടാനുള്ള ധനം തിരിച്ചു കിട്ടാനും അല്പധനം വന്നു ചേരാനുമുള്ള യോഗമുണ്ട്. എന്നാൽ കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിൽ മാറുന്നതോടെ ദോഷകരമായ അവസ്ഥയിലേക്ക് കടക്കുന്നു. മാനസിക വിഷമതകൾ ഉണ്ടാകുന്നതിനും സന്താന ദുരിതം ഉണ്ടാകുന്നതിനും എല്ലാ കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകുന്നതിനും ശത്രുദോഷം മുതലായവ ഉണ്ടാകുന്നതിനും കാരണമാകാറുണ്ട്. ഭരണി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഇവർ സുന്ദര രൂപമുള്ള ശരീരത്തോടു കൂടിയവരായിരിക്കും. വിദ്യാസമ്പന്നരും വളരെ ക്ഷമയുള്ളവരുമാണ്. എങ്കിലും ക്ഷിപ്രകോപികളാകാറുണ്ട്. യാത്ര ഇവർക്ക് ഇഷ്ടപ്പെടുന്നവരാണ്. സത്യസന്ധത, മാന്യത എന്നീ ഗുണങ്ങളോട് കൂടിയവരായിരിക്കും. ദീർഘായുസ്സുള്ളവരായിരിക്കും. അതുപോലെ പുരുഷ സന്താനം കുറഞ്ഞവരുമായിരിക്കാനാണ് സാധ്യത. മെയ് മാസം 14 കഴിയുന്നതോട് ഇവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം 7 ശനി, അതുപോലെ തന്നെ വ്യാഴമാറ്റം ദൈവാധീനക്കുറവുണ്ടാക്കുന്നുണ്ട്. കേതുവിൻ്റെ മാറ്റം ഇവർക്ക് വളരെയധികം ദോഷപ്രദമാക്കുന്നുണ്ട്. അതുകൊണ്ട് ദുരിതപൂർണമായ ഒരു വർഷമാണ് 2025 മെയ് മാസം കഴിയുന്നതോടെ കാണുന്നു. ഈ വർഷം പകുതി കഴിയുമ്പോൾ തന്നെ ശ്രദ്ധയോട് പോകേണ്ടത് വളരെ അനിവാര്യമാണ്. കഴിവതും ആരെയും വിശ്വസിക്കാതിരിക്കുക. ധനമിടപാടുകൾ കഴിവതും ഒഴിവാക്കുക. വളരെ നല്ലതായിരിക്കുന്ന സുഹൃത്തുക്കൾ വരെ ഈ പിണങ്ങാനുള്ള അവസരം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ധനം വരുന്നതും പോകുന്നതും ഒരുപോലെയായിരിക്കും. അതുകൊണ്ട് ധനം സൂക്ഷിച്ച് ചിലവാക്കാൻ നോക്കുക. കാർഷിക മേഖലയിലുള്ളവർക്ക് മെയ് മാസം വരെ വളരെ ഉന്നതി ഉണ്ടാകും. അതിനുശേഷം വിളവ് കുറയാനുള്ള കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. കൂറുഫലം എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഫലിക്കുന്നില്ല. ഇതിനുള്ള കാരണം ഒരു കൂറിൽപ്പെട്ട നക്ഷത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു രാശിയിൽപ്പെട്ട നക്ഷത്രം എന്ന് പറയുന്നത് 2 നക്ഷത്രമാണുള്ളത്. ആ 2 ഇപ്പോൾ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രത്തിൽ തന്നെ നമുക്ക് ഉദാഹരണം എടുക്കാം. അശ്വതി, ഭരണി,
കാർത്തിക ആലുകാലം വരെയാണ് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ. ഈ രണ്ടേകാൽ നക്ഷത്രങ്ങളുടെ ദശാനാഥന്മാർക്ക് വ്യത്യാസമുണ്ട്. ഉദാഹരണമായി മേടൻ രാശിയിൽ തന്നെ എടുത്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് അശ്വതി നക്ഷത്രത്തെ എടുക്കാം. ഈ അശ്വതി നക്ഷത്രത്തിൻ്റെ രാശിനാഥൻ എന്ന് പറഞ്ഞ് കേതുവാണ്. അതുപോലെ ഭരണി നക്ഷത്രത്തിൻ്റെ രാശിനാഥൻ എന്ന് പറയുന്നത് ശുക്രനാണ്. അതുപോലെ കാർത്തിക നക്ഷത്രത്തിൻ്റെ രാശിനാഥൻ ആദിത്യനാണ്. അപ്പോൾ മൂന്നും രാശിനാഥന്മാർക്കും 3 രീതിയിലുള്ള സ്വഭാവമുള്ളവരാണ്. അപ്പം ഇതിൻ്റെ ഫലം ഒരുപോലെ ഫലിക്കാത്തതിൻ്റെ കാരണം ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ജനന സമയം കൊണ്ട് മാത്രമേ ദശാനാഥൻ്റെ ഒരു ദശയില്ല അല്ല ഒരു ദശാനാഥൻ ഇപ്പോൾ അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് എത്ര കാലം വരെ കേതു ദശ കിട്ടി എന്ന് നമുക്കറിയണമെങ്കിൽ ആ കുട്ടിയുടെ ജനന സമയം കൊണ്ട് വേണം നമുക്കത് കണക്ക് കൂട്ടേണ്ടത്. അപ്പോഴത് എത്ര കാലം വരെ കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കും. ഇപ്പം അങ്ങനെ പറ്റാത്ത നമുക്കിവിടെ ഇപ്പോൾ പൊതുഫലം പറയുമ്പോൾ നമുക്കിപ്പോൾ എല്ലാ വ്യക്തികളുടെയും ജനനസമയം വെച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു ദശാനാഥന്മാരെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ പകുതി വെച്ച് ആണ് അതിൻ്റെ ഫലം പറയുന്നത്. അതുപോലെ തന്നെ അതുപോലെ ഭരണി നക്ഷത്രത്തിൽപ്പെട്ട നക്ഷത്രത്തിൻ്റെ പൊതുഫലമാണ് അല്ലെ ഈ ദശാനാഥൻ്റെ ഫലമാണ് ഇവിടെ തുടങ്ങുക. ഓരോരുത്തരുടെയും ഫലം ഞാൻ പ്രത്യേകിച്ച് ഇവിടെ പറയുന്നു. ജനിച്ച കുട്ടി മുതൽ 10 വയസ്സ് വരെ പ്രായമായ കുട്ടിയുടെ ഫലമാണ് ഞാൻ ആദ്യം പറയുന്നത്. കാരണം അവരുടെ ഭരണി നക്ഷത്രക്കാരുടെ ദശാനാഥൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ശുക്രനെ എൻ്റെ 10 വർഷമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ആ 10 വർഷം വരെയുള്ള ഫലം പറയുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു ജനിച്ച കുട്ടി മുതൽ 84 വയസ്സ് വരെയുള്ളവരുടെ ഫലങ്ങൾ ഞാനിത് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ജാതകവും കൂടെ അത് മനസ്സിലാക്കി വേണം നിങ്ങൾ ഇത് ഈ ഫലത്തെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് കാരണം ജനന സമയം ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് പല ഫലങ്ങളും ചിലപ്പോൾ ഇവരുടെ ജാതകത്തിൽ ചില ഗ്രഹങ്ങളൊക്കെ നല്ല സ്ഥിതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഫലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ജനിച്ച ഒരു കുട്ടി മുതൽ 10 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഈ ശുക്രദശയിലാണ് ഇവരുടെ ജനനം. അതുകൊണ്ട് ജാതകത്തിലെ ശുക്രൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഇതിൻ്റെ ഫലം പറയുന്നത്. ആ സ്ഥിതി അനുസരിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അതിൻ്റെ അനുസരിച്ചുള്ള ഫലത്തെയാണ് ഇപ്പോൾ ജനിച്ച കുട്ടി മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഈ ഭരണി നക്ഷത്രക്കാരുടെ ദശാനാഥൻ ശുക്രനാണെന്ന് പറഞ്ഞല്ലോ. ശുക്രദശ 20 വർഷം വരെയാണുള്ളത്. അതിൽ പകുതിയായിട്ട് കണക്ക് കൂട്ടി അങ്ങനെ 10 വർഷം വരെ കണക്ക് കൂട്ടിയിട്ടാണ് ഇവിടെ ഫലം പറയുന്നത്. ശുക്രൻ ഒരു ശുഭഗ്രഹമാണ്. അതുകൊണ്ട് ജാതകത്തിലെ ശുക്രൻ്റെ സ്ഥിതി അനുസരിച്ച് ഉള്ള ഫലമാണ് ഈ കുട്ടികൾക്ക് കിട്ടുന്നത്. എന്നിരുന്നാലും പൊതുവായിട്ടുള്ള ഫലമേ എനിക്കിവിടെ പറയാൻ പറ്റുകയുള്ളൂ. അതുകൂടെ കണക്കാക്കി വേണം നിങ്ങളിത് മനസ്സിലാക്കാൻ. ശുക്രദശയാണെങ്കിൽ പോലും രോഗാദി ദുരിതങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു കാലം കൂടി ആണ് ഇത്. 2025 ഈ കുട്ടികൾക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. അതിനുശേഷം മെയ് മാസം 14 ദൈവാധീനം മറയുന്നത് കൊണ്ട് രോഗാദി ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള അവസ്ഥയുണ്ടാകും. അതുപോലെ ഭയം, മാനസിക പ്രശ്നങ്ങൾ ഇതൊക്കെ ഇവരെ ബുദ്ധിമുട്ടിക്കാനിടയുണ്ട്. കാരണം കേതുവിൻ്റെ സ്ഥാനമാറ്റമാണ് അതിന് കാരണമാകുന്നത്. ജാതകത്തിൽ ശുക്രൻ്റെ സ്ഥിതിയും നല്ല സ്ഥാനത്താണ് ശുക്രനെങ്കിൽ ദോഷത്തിൻ്റെ ആധിക്യം കുറയുന്നുണ്ട്. അതിന് ഗ്രഹശാന്തി വരുത്തുന്നത് നല്ലതായിരിക്കും. ഇനി ഇവിടെ പറയുന്നത് 10 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഗുണദോഷ ഫലമാണ് ഞാൻ പറയുന്നത്. അത് ഈ 10 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആദ്യത്തെ ദശാകാലമാണ്. ആദ്യത്തെ ദശാകാലം 6 വർഷമാണുള്ളത്. വളരെയധികം ദുരിതപൂർണമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് ഇവർ.
ഈ കുട്ടികളുടെ ആദ്യത്തെ ദശ വളരെയധികം ദോഷപ്രദമാണ്. അടക്കാൻ പറ്റാത്ത കോപം, പരിഭ്രമം, രോഗാദി ദുരിതങ്ങൾ, എല്ലാ വിഷയങ്ങൾക്കും തടസ്സം, ഒറ്റപ്പെടുകയും കുറ്റപ്പെടുത്തലുകൾ സഹിക്കേണ്ടി വരിക, വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരു കാലയളവാണ്. അതോടുകൂടി 2025 നിങ്ങളുടെ കഷ്ടതകൾക്ക് കൂടുതൽ അവസ്ഥയിലേക്ക് മാറുകയാണ്. 2025 എന്ന് പറയുന്നത് ഒന്നുകൂടെ ദുരിതപൂർണമായിട്ടുള്ള ഒരു വർഷക്കാലം കൂടിയാണ്. കാരണം ഏഴര ശനി തുടങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെയ് മാസം 14 വ്യാഴം മറിഞ്ഞ് ദൈവാധീനം ഇല്ലാതെ വരുന്നുണ്ട്. അതുപോലെ മെയ് 18 രാഹുകേതുക്കളുടെ ഒരു സഞ്ചാരം, അതിന് കേതു മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്ന 5-ാം ഭാവത്തിലേക്ക് മാറുന്നതോടുകൂടി എല്ലാ കാര്യത്തിനും തടസ്സവും, വിദ്യാഭ്യാസപരമായിട്ടും എല്ലാ കാര്യം വളരെ ദുരിതമായിട്ടുള്ള ഒരു കാലയളവാണ്. അതുകൊണ്ട് ഗ്രഹപ്പഴ ശാന്തിയൊക്കെ വരുത്തുന്നത് നല്ലതായിരിക്കും. ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ഈ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇവരെ കഴിവതും കുറ്റപ്പെടുത്തലിൽ നിന്നും വിമർശനത്തിൽ നിന്നൊക്കെ ഒഴിവാക്കണം. അവർ ഒരുപാട് മാനസിക സംഘർഷം അനുഭവിക്കുന്ന വേളയായതുകൊണ്ട് നിങ്ങളത് ഇവരെ സ്നേഹത്തോടുകൂടി ഇവരോട് പെരുമാറണം. ഇവരുടെ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് പറഞ്ഞവരെ മനസ്സിലാക്കി നമ്മളോടൊപ്പം കൊണ്ടുപോകേണ്ട ചുമതല നിങ്ങൾക്കുണ്ട്. നിങ്ങളത് ചെയ്യണം. 16 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഇവർക്ക് ചന്ദ്രദശാകാലമാണ്. ചന്ദ്രദശാകാലം എന്ന് പറയുന്നത് 10 വർഷമാണ്. വളരെ നല്ലൊരു കാലമാണ് ഇത്. പക്ഷബലമുള്ള ചന്ദ്രനോടാണെങ്കിൽ, അതുപോലെ തന്നെ കേസരി യോഗമുള്ളൊരു ചന്ദ്രനൊക്കെ ആണെങ്കിൽ വളരെ നല്ല ഗുണങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. നല്ല രാശിയിലുള്ള സ്ഥിതിയാണ് ചന്ദ്രനെങ്കിലും ഇവർക്ക് ഗുണഫലം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2024 എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമാണ്. മെയ് മാസം 14 വരെ ഇവർക്ക് വളരെയധികം നല്ല ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അതിനുശേഷം വ്യാഴം മറയുകയും ഏഴര ശനിയുടെ കാലവും രാഹുകേതുക്കളുടെ രാശിമാറ്റവും ഒക്കെ ആയതുകൊണ്ട്, അതുപോലെ ശുക്രന് ദശാനാഥന ശുക്രന് മീനൻ രാശിയിലേക്ക് ഉച്ചനായിട്ട് പ്രവേശിക്കുന്നു. അതും നല്ലൊരു ഗുണമാണ് കിട്ടുന്നത്. അതുപോലെ ചൊവ്വയുടെ വക്രസ്ഥിതിയും ഇവർക്ക് നല്ല ഗുണം തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കണം. കാരണം ധനം വന്നും പോകുന്നതുമൊക്കെ ഒരുപോലെ ആയിരിക്കും. അതുപോലെ കിട്ടാനുള്ള ധനമൊക്കെ വന്ന് കിട്ടാനൊക്കെ ഉള്ളൊരവസരമൊക്കെ ഉണ്ടാകും. എല്ലാവരെയും വിശ്വസിക്കരുത്. അതുപോലെ ധനം സൂക്ഷിച്ച് ചിലവാക്കാൻ ശ്രമിക്കുക. അതുപോലെ കച്ചവടം അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ ഇടപെടുമ്പോഴൊക്കെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ധനം മുടക്കേണ്ടത്. അപ്പോൾ ഇത് ഏകദേശം നല്ല ഫലങ്ങളാണ് ഈ ചന്ദ്രദശയിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ചന്ദ്രൻ്റെ നല്ല ഗുണങ്ങളുള്ളത് കൊണ്ട് ഈ ദോഷഫലങ്ങളുടെ ആധിക്യം നിങ്ങൾക്ക് കുറേയൊക്കെ ഇതിൽ നിന്ന് മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് 16 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് 2025 ഈ വർഷം. 26 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള വ്യക്തികളുടെ ഫലമാണ് ഞാൻ ഇനി അടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ചൊവ്വാദശയുടെ കാലമാണ്. ഏകദേശം 7 വർഷം വരെയാണ് ചൊവ്വാദശ ഉള്ളത്. ഈ ചൊവ്വാദശ വളരെ വിഷമതകളാണ് ഇവർക്ക് നൽകുന്നത്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതിൻ്റെ കൂടെ 2025 ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷം കൂടെ ആയതുകൊണ്ട് അതിൽ മെയ് മാസം 14 മുതൽ വ്യാഴം മറയുകയും ഏഴര ശനിയുടെ ഒരു കാലവും, അതുപോലെ രാഹുകേതുക്കളുടെ രാശിമാറ്റം മൂലം കേതുവിൻ്റെ ദോഷപ്രദമായിട്ടുള്ള അവസ്ഥയൊക്കെ ഉള്ളത് കാരണം ദോഷഫലങ്ങളുടെ ആധിക്യം കൂടുതലായതുകൊണ്ട് വളരെയധികം ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് ചില രചിത രേഖകൾ മാത്രമേ ഉള്ളൂ നല്ല ഫലമായിട്ട് വരുന്നത്. അഗ്നി, ഇലക്ട്രിസിറ്റി, സർക്കാർ യുദ്ധം അഥവാ കേസ്, കളവ്, വഞ്ചന, ക്രൂരപ്രവൃത്തിയിൽ നിന്ന് സമ്പാദിക്കാനുള്ള അവസ്ഥ ഉണ്ടാകുക, രക്തപിത്ത ദുഷിച്ച രോഗങ്ങളുണ്ടാകുക,
ദുർനടപ്പുകാരുമായിട്ടുള്ള സമ്പർക്കം മൂലം ദുർവാസനയ്ക്ക് ഇടവരുത്തുക, ഗുരുക്കന്മാരെ, ബന്ധുക്കളെ, കുടുംബാംഗങ്ങൾക്ക് നിന്നുള്ള വിരോധം സമ്പാദിച്ചെടുക്കുക, ഒറ്റപ്പെടൽ, കുറ്റപ്പെടുത്തൽ, ഇതെല്ലാം സഹിക്കേണ്ടി വരിക. ഇതെല്ലാം കൂടി ആകുമ്പോൾ ദേശം പോലും വിട്ടു പോകണമെന്നുള്ള ചിന്തയുണ്ടാകുക. മെയ് മാസം 14 ദോഷഫലങ്ങളുടെ ആധിക്യം കൂടത്തതേയുള്ളൂ. അതുപോലെ കടബാധ്യതയും ദുരിതങ്ങളിലൊക്കെ ചെന്ന് പെടാനുള്ളൊരു യോഗം കൂടെ കാണുന്നുണ്ട്. ജോലി തടസ്സം, ദൈവാധീനക്കുറവ്, എല്ലാ കാര്യത്തിലും തടസ്സം, മനോദുഃഖം, സന്താന ദുരിതം ഉണ്ടാകാനുള്ളൊരു യോഗവും, ബന്ധുക്കളുടെ നാശം, ഇങ്ങനെയൊക്കെയുള്ളൊരു വളരെ ദുരിതമായൊരു കാലയളവാണ്. ഗ്രഹപ്പഴ ശാന്തി വരുത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. 31 വയസ്സ് മുതൽ 49 വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഇവർക്ക് രാഹുർദശാകാലമാണ്. ഈ രാഹുർദശാകാലം 18 വർഷമാണുള്ളത്. നിങ്ങൾ ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ്. രാഹുവിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഫലങ്ങളുടെ ദോഷാധിക്യം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. നല്ല സ്ഥാനത്ത് രാഹു നിൽക്കുന്നെങ്കിൽ ചില നല്ല ഗുണങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. രാഹുസ്ഥിതി മോശമാണെങ്കിലോ വളരെ ദുരിതങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. നല്ല രാഹുസ്ഥിതി ഉള്ളവർക്ക് ലോട്ടറി ഭാഗ്യം, സമ്പത്ത്, വസ്തു, വീട്, നല്ല സ്ഥാനമാനമുള്ള ജോലി, ഇതൊക്കെ ലഭിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകും. അതുപോലെ മാനസിക വിഷമതകൾ തരികയും ചെയ്യും. മോശസ്ഥിതിയിലായുള്ള രാഹു ആണ് ജാതകത്തിലുള്ളതെങ്കിൽ വളരെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ പോക്ക്. എല്ലാം നഷ്ടപ്പെടുന്നു. ജീവിത പങ്കാളിയുമായി കലഹിക്കുവാനും, കടക്കിണിയിൽ കുടുങ്ങുവാനും, ബിസിനസ് പരാജയം, ദേശം വിട്ട് തന്നെ പോകണമെന്നുള്ള തോന്നൽ, ഒറ്റപ്പെടൽ, ഒരു ദേശക്കാർ മൊത്തം നമ്മളെ വെറുക്കുന്ന മാതിരിയുള്ള ഒരവസ്ഥ ഉണ്ടാകുക, ഒരു കാലിന് വേദന സംഭവിക്കുക, അതുപോലെ ഓപ്പറേഷൻ, രോഗാദി ദുരിതങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുക, അപകടങ്ങൾ സംഭവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വളരെ ദുരിതപൂർണമായിട്ട് ഉള്ള അവസ്ഥയായിരിക്കും. ശത്രുദോഷം, ഇതൊക്കെ ഉണ്ടാകാനുള്ളൊരവസ്ഥയുണ്ട്. 2025 മെയ് മാസം 14 നിങ്ങളുടെ കാലം ഒന്നുകൂടെ ദുരിതപ്പെടാനുള്ള അവസ്ഥയിലേക്കാണ് മാറുന്നത്. കാരണം വ്യാഴം മറയുന്നു, 7ര ശനിയുടെ കാലമാണ്. കലഹവും വഴക്കും കേസ് ഇങ്ങനെയൊക്കെയുള്ളതിലൊക്കെ ചെന്ന് പെടാനുള്ളൊരു യോഗമുണ്ട്. അതുപോലെ ധനനഷ്ടം കൂടുതലുണ്ടാകാനും, ധനത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടവരാണ്. 5ലെ കേതു എല്ലാ വിഷയത്തിനും തടസ്സം, എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അതിനെല്ലാം തടസ്സപ്പെടുത്തും. സന്താന ദുരിതവും, അതുപോലെ തന്നെ ഉറ്റ ബന്ധുക്കളുടെ നഷ്ടവും, അതുപോലെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഈ കാലയളവിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അസുഖത്തിന് രോഗശാന്തി നല്ല കറക്റ്റുള്ള സമയത്തുള്ള ഡോക്ടറെ കാണുകയും അതിനുള്ള മരുന്നോ കാര്യങ്ങളോ ഒക്കെ കഴിച്ച് രോഗശാന്തി വരുത്തേണ്ടതാണ്. നാൽപ്പത്തിയൊമ്പത് വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഇവർക്ക് വ്യാഴദശാകാലമാണ്. ഇത് 16 വർഷമാണ് ഉള്ളത്. ജാതകത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഫലങ്ങൾ പറയുന്നത്. വളരെ നല്ല ഫലമാണ് നല്ല സ്ഥാനത്ത് വ്യാഴം നിന്നാൽ കിട്ടുന്നത്. അത് ഗുരുക്കന്മാരുടെ അനുഗ്രഹം, ദൈവാധീനം, എല്ലാവരുടെയും ബഹുമാനവും ബഹുമതിയും, എല്ലാ വിഷയത്തിലും വിജയം, സമ്പൽ സമൃദ്ധി, നല്ല വാഹനം, വസ്തു, വീട്, നല്ല ജോലി, ബാങ്ക് ബാലൻസ്, കുടുംബാംഗങ്ങളുമായിട്ടുള്ള സന്തോഷം, സമാധാനം, സർവ്വസമ്പൽ സമൃദ്ധി. 2025 മെയ് മാസം 14 വ്യാഴം മോശസ്ഥിതിയിലേക്ക് വരുന്നതോടെ ദൈവാധീനം പറയുന്നുണ്ട്. വ്യാഴപ്രീതി വരുത്തുന്നത് നല്ലതായിരിക്കും. 7ര ശനി കാലഘട്ടം കൂടെ ആയതുകൊണ്ട് ഒരുവിധമൊക്കെ വിഷമതകളൊക്കെ അനുഭവിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ കേതുവിൻ്റെ രാശിമാറ്റം സന്താന ദുരിതങ്ങൾക്കും മനസമാധാനമില്ലായ്മയും എല്ലാ വിഷയങ്ങൾക്കും തടസ്സം ഉണ്ടാകാനുള്ള ഒരു യോഗം കൂടിയാണ്. നല്ല ശുക്രന് സ്ഥിതനായിട്ട് മീനരാശി വരുന്നതും ചൊവ്വയുടെ വക്രസ്ഥിതിയൊക്കെ തന്നെ ഇവർക്ക് നല്ല അനുകൂലമുള്ള ഫലങ്ങളാണ് തരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ 2025 നല്ല
ഒരു കാലമാണെന്ന് പറയാം. ഗുണദോഷ സമ്മിശ്രം തന്നെയാണ് ഇതിൽ പറയുന്നത്. അതുപോലെ 65 വയസ്സ് മുതൽ 84 വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഇവിടെ ശനിദശാകാലമാണ്. ഇത് 19 വർഷമാണ്. ജാതകത്തിലെ ശനിയുടെ സ്ഥിതി അനുസരിച്ചാണ് ഫലപ്രവചനം. ഇത് പൊതുവായിട്ടുള്ള ഫലമാണ് ഞാനിവിടെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജാതകത്തിലെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കണം. ശനി മോശസ്ഥിതിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഫലം ദുരിതമായിട്ടാണ് കാണുന്നത്. അതായത് 2025 മെയ് മാസം 14 കൂടി വ്യാഴം മറയുന്നു. അതുപോലെ തന്നെ മാർച്ച് മാസം 29 കൂടി ഏഴര ശനിയുടെ ഒരു കാലവും കൂടിയാണ്. ദോഷങ്ങളുടെ ദോഷം കൂടുകയും ഗുണാധിക്യം കുറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നിങ്ങൾക്ക് വളരെയധികം ദുരിതപൂർണമായ ഒരു ജീവിതമാണ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ബന്ധുക്കൾക്ക് നാശവും, ഭൃത്യന്മാർക്ക് നിന്ന് ദുരിതവും, നീചന്മാരുമായി വാക്കുതർക്കം ഉണ്ടാകാനും, കേസ് മുതലായ ഇതിൽ ചെന്ന് പെടാനും, അങ്ങനെ ധനനഷ്ടം, രോഗാദി ദുരിതങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഈ കാലയളവിൽ സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ ഉറ്റവരെ നഷ്ടപ്പെടുക, എല്ലാ കാര്യത്തിനും തടസ്സങ്ങൾ, പുത്രദുഃഖം അല്ലെ പുത്രി ദുഃഖം, പുത്രന്മാരിൽ നിന്നോ സന്താനങ്ങളിൽ നിന്നൊക്കെയുള്ള വിഷമതകൾ അനുഭവിക്കാനുള്ള ഒരു യോഗ കാലഘട്ടവും, അങ്ങനെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും എല്ലാം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്ന ഒരു കാലയളവ് കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കാലയളവിൽ ഗ്രഹപ്പിഴ ശാന്തി വരുത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും.